മഴത്തോരു മുമ്പയുടെ നാളത്തെ പ്രൊമോ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. അലീന തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ഇനി വൈജ ആ വീട്ടിൽ നിൽക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഉള്ളത്. ആങ്ങളമാർ രണ്ടുപേരെയും വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോവും എന്നുള്ള മട്ടിലാണ് വൈജയുള്ളത്. എന്നാൽ അതേസമയം തനിക്ക് ആ വീട്ടിൽ മറ്റു മക്കളെ പോലെ തന്നെ എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ബാലചന്ദ്രൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ തന്നെയും സ്വന്തം മകളായിട്ട് തന്നെയാണല്ലോ ബാലചന്ദ്രൻ അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം അച്ഛൻ എന്ന പോലെ തന്നെയാണ് അലീന ഓരോരോ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. തന്റെ അച്ഛനുമായിട്ട് കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും കുസൃതികളൊക്കെ കാണിച്ചിട്ട് വളരെ സന്തോഷമായിട്ടാണ് അവിടെ കഴിയുന്നത്. ബാലചന്ദ്രൻ തന്നെ മകളായിട്ട് അംഗീകരിച്ചു എന്നുള്ള കാര്യം പറയുന്ന ആ നിമിഷം എന്ന് പറയുന്നത് അലീനയ്ക്കാണെങ്കിൽ പത്മശ്രീ, പത്മഭൂഷൺ, കീർത്തിചക്ര എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വലിയൊരു പദവി കിട്ടിയ അതേ ഒരു ഫീലാണ് ബാലചന്ദ്രന്റെ മകള് എന്നുള്ള കാര്യം അലീനയ്ക്ക് കിട്ടിയ ആ ഒരു സമ്മാനം. അത് തീർത്തും ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ബഹുമതി തന്നെയാണ്. അതേസമയം വൈജയ്ക്കാണെന്നുണ്ടെങ്കിൽ സ്വന്തം അമർഷം തീർക്കണമല്ലോ. അലീന തിരിച്ചു വന്നതുകൊണ്ട് താൻ തോറ്റു എന്നുള്ള കാര്യം സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റാത്ത ആ ഒരു വാശിയിൽ പോയിട്ട് നീ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ രണ്ടുപേരും കൂടി ഇനി ഒരു സ്ഥലത്ത് വേണ്ട എന്നൊക്കെയാണ് വൈജയന്തി അലീനയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. എന്നാ തിരിച്ച് അലീന ചോദിക്കുന്നുണ്ട്, മാഡം എന്നെ ഒരു മകളെ പോലെ കണ്ടിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് മോളെ ഒന്ന് വിളിച്ചാലേ, അത് ശരിക്കും മകളല്ല എന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ പോലും അമ്മയുടെ അടുത്ത് ഒരു മകളെ എന്നുള്ളൊരു വിളി കേൾക്കാൻ വേണ്ടിയിട്ട് അലീന ഒരുപാട് കൊതിക്കുന്നുണ്ട് എന്ന് ആ മനസ്സിലുള്ള കാര്യങ്ങള് വൈജയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡിലേ അല്ല നമ്മുടെ വൈജിയുള്ളത്. നിന്നെ ഞാൻ മകളായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചോര നിന്നിലൂടെ ഓടണം. ഞാനും നീയും കൂടി ചേർന്നിട്ട് എന്തായാലും ഇനി ഒന്നിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, ഇതില് ആരെങ്കിലും ഒരാൾ മതി എന്ന് പറഞ്ഞിട്ട് അലീനയെ വെല്ലുവിളിച്ചിട്ട് അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. സ്വന്തം മകളെയാണ് അമ്മ വെല്ലുവിളിക്കുന്നത് എന്നുള്ള സത്യം അറിയാതെയാണ് വൈജ ഈ കാട്ടിക്കൂട്ടുകളെല്ലാം ചെയ്യുന്നത്. എന്തിന് കൃഷ്ണമോൾ അടക്കം വൈജയുടെ അടുത്ത് പറഞ്ഞതാണ്, അമ്മ ഒന്ന് ക്ഷമിച്ച് എല്ലാം ഒന്ന് സഹിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി, ഈ പ്രശ്നങ്ങളെല്ലാം തേഞ്ഞു മാഞ്ഞു പോകുന്നു. പക്ഷേ പ്രശ്നങ്ങൾ എങ്ങനെ കൂടുതൽ വഷളാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് വൈജ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യം വൈജയ്ക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഡെയിലി പ്രോമോ വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. താങ്ക്